കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കേരളയാത്ര 2026 ജനുവരി 1 കാസർഗോഡ് നിന്നും തുടക്കം കുറിക്കും. സമസ്ത കേരള ജമിയത്തുൽ ഉലമ സെന്റിനറിയുടെ ഭാഗമായി നടക്കുന്ന കേരളയാത്ര കേരള മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ് നയിക്കുന്നത്. സയ്യിദ് മരോട് അബ്ദുറഹിമാൻ സഖാഫി, ഇബ്രാഹിം ഖലീൽ പുകാരി എന്നിവർ ഉപനായകരാണ്. സമസ്തയുടെയും പോഷക സംഘടനകളുടെയും സമുന്നത സാരഥികൾ യാത്രയിൽ ഉണ്ടാകും. മനുഷ്യർക്കൊപ്പം എന്നതാണ് ഇത്തവണ കേരളയാത്ര ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശം. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരളയാത്ര കാസർഗോഡ് ജില്ലയിൽ നിന്ന് ആരംഭിക്കുകയാണ്. മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയം അവതരിപ്പിച്ചുകൊണ്ടുള്ള യാത്ര 1-ാം തീയതി ഉച്ചക്ക് 2 മണിക്ക് ഉള്ളാളത്ത് നിന്ന് അവിടെ ഉള്ളാൾ ദർഗാ സിയാറത്തോടു കൂടെയാണ് പതാക കൈമാറ്റം നടക്കുക. തുടർന്ന് ഉദ്ഘാടന സമ്മേളനമാണ് ചെർക്കളയിലെ വിശാലമായ ഗ്രൗണ്ടിൽ ബഹുമാന്യരായ മർഹൂം നൂറുൽ ഉലമ MA ഉസ്താദിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഗ്രൗണ്ടിൽ വെച്ച് നടക്കുക. 16-ന് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന യാത്ര കേരളത്തിലെ 17 കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകപ്പെടും. വളരെ കാലിക പ്രസക്തമായ ഒരു പ്രമേയം അവതരിപ്പിച്ചുകൊണ്ടുള്ള യാത്രയുടെ വിജയത്തിന് ബഹുമാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വിഷയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും മറ്റൊക്കെ ബഹുമാനപ്പെട്ട അലി അബ്ദുള്ള സാഹിബ് സംസാരിക്കും. എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാന്യ പ്രസ് ക്ലബ് സെക്രട്ടറി പദവികൾ ക്ഷണിക്കുന്നു. ഇതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട അലി അബ്ദുള്ള സാഹിബ് നിർവഹിക്കും. ഉച്ചയ്ക്ക് 1:30 ഉള്ളാൾ ദർഗാ സിയാറത്തോടെയാണ് യാത്രയ്ക്ക് തുടക്കം കുറിക്കുക. സമസ്ത ഉപാധ്യക്ഷൻ സയ്യിദ് KS ആറ്റക്കോയ തങ്ങൾ കുമ്പോൾ ജാഥാ നായകൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് പതാക കൈമാറും. കർണാടക സ്പീക്കർ UT ഖാദർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. കർണാടക ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് മുസ്ലിയാർ മാണി അധ്യക്ഷത വഹിക്കും. ദർഗാ പ്രസിഡന്റ് ഹനീഫ് ഹാജി ഉള്ളാൾ യാത്രാ നായകരെ അനുമോദിക്കും. ഡോക്ടർ മുഹമ്മദ് ഫാസിൽ റസ്വി കാവൽക്കട്ട, KP ഹുസൈൻ സാദി KC റോഡ്, ഷാഫി സാദി ബാംഗ്ലൂർ, Y അബ്ദുല്ല കുഞ്ഞി ഹാദി ഏനപ്പോയ, കണച്ചൂർ മോണു ഹാജി, ഡോക്ടർ UT ഇഫ്തിഖാർ, ഇനായത്ത് അലി, SM റഷീദ് ഹാജി തുടങ്ങിയവർ സംബന്ധിക്കും. തുടർന്ന് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ കർണാടകയിലെ സംഘടനാ നേതാക്കളും പൗരപ്രമുഖരും ചേർന്ന് കാസർഗോട്ടേക്ക് ആനയിക്കും. സംസ്ഥാന അതിർത്തിയിൽ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വരവേൽപ്പ് നൽകും. സമസ്ത പ്രസിഡന്റ് റയീസുൽ ഉലമ E സുലൈമാൻ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ഉപാധ്യക്ഷൻ സയ്യിദ് KS ആറ്റക്കോയ തങ്ങൾ കുമ്പോൾ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, കർണാടക സ്പീക്കർ UT ഖാദർ, രാജ്മോഹൻ ഉണ്ണിത്താൻ MP, MLA മാരായ രാജഗോപാലൻ, NA നെല്ലിക്കുന്ന്, അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു, E ചന്ദ്രശേഖരൻ, AKM അഷ്റഫ് എന്നിവർ മുഖ്യാതിഥികളായിരിക്കും. ചിന്മയ മിഷൻ കേരള ഘടകം അധ്യക്ഷൻ സ്വാമി വിവേകാനന്ദ സരസ്വതി, ഫാദർ മാത്യു ബേബി മാർത്തോമ, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി, PK ഫൈസൽ, അസീസ് കടപ്പുറം, ഹക്കീം കുന്നിൽ, ഷാനവാസ് പാദൂർ, യൂനുസ് തളങ്കര എന്നിവർ സംബന്ധിക്കും. വൈകിട്ട് 4 മണിക്ക് 313 അംഗ സെന്റിനറി ഗാർഡിന്റെ മാർച്ചോടെയാണ് കേരളയാത്ര സാരഥികളെ നഗരിയിലേക്ക് ആനയിക്കുന്നത്. ആത്മവിമർശനത്തിൻ്റെ, വിശകലനത്തിൻ്റെ, ആവശ്യമെങ്കിൽ തെറ്റുതിരുത്തലുകളുടെ ഒരു വിചാരമാണ് ഇപ്പം നമ്മളിവിടെ നടത്തുന്നത്. ഈ പ്രമേയത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രമുഖരായ ആളുകൾ പല വേദികളിലായി സമൂഹത്തിലെ എല്ലാവരോടും സംവദിക്കും. നമ്മുടെ മനുഷ്യൻ ജൈവ മനുഷ്യൻ മാത്രമല്ല, അതിനപ്പുറത്തുള്ള ഒരു ധാർമ്മിക മനുഷ്യനുണ്ട്. ഇതിൽ പ്രായഭേദമന്യേ എല്ലാവരും ഉൾച്ചേരുന്നുണ്ട്. ഈശ്വരീയ വ്യത്യാസങ്ങളുടെ വേലിക്കെട്ടുകൾ ഈ പ്രമേയത്തിനകത്തില്ല. ജാതീയമോ വംശീയമോ ആയ വൈജാത്യങ്ങൾ വന്നു ഭവിച്ചിട്ടുണ്ട്. അതിനെയും നമ്മൾ പരിഗണിക്കുന്നില്ല. ലിംഗപരമായ വ്യത്യാസമുണ്ട്.
ഈ വ്യത്യസ്തതകളൊന്നും മറ്റൊന്നിനെ അവമതിക്കാനോ അവഗണിക്കാനോ അവരുടെ അന്തസ്സിനെ ഇടിച്ചു താഴ്ത്താനോ വേണ്ടിയുള്ളതല്ല. കാരണം പ്രപഞ്ചം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഭൂമി എന്ന കൊച്ചു ആകാശഗോളത്തുരുത്തിലേക്ക് ഒതുങ്ങിയാൽ ഇവിടെ വൈരുദ്ധ്യങ്ങളെമ്പാടുമുണ്ട്, വ്യത്യാസങ്ങളുമുണ്ട്, വ്യതിരിക്തതകളും ഉണ്ട്. എന്താ ചെയ്യേണ്ടത്? ഇതിനെല്ലാം കൂടി ഏകീകരിക്കുക സാധ്യമല്ല. അതേ സ്ഥാനത്ത് ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. ആ ഏകോപനത്തിനുള്ള ആഹ്വാനമാണ് മനുഷ്യർക്കൊപ്പം എന്നുള്ള മുദ്രാവാക്യം. ഈ പ്രമേയത്തിലൂടെ നാം സംബോധന ചെയ്യാത്ത, നാം അഡ്രസ് ചെയ്യാത്ത ഒന്നും ആരും ഇല്ല. മനുഷ്യകേന്ദ്രീകൃതമായ ഈ വിചാരപ്പെടലിൻ്റെ ഉള്ളിൽ മനുഷ്യന് ആവാസ വ്യവസ്ഥയൊരുക്കുന്ന ഭൗതിക പ്രതിഭാസങ്ങൾ കൂടി ഉൾച്ചേരുന്നുണ്ട്. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി എൻ അലി, കേരള മുസ്ലിം ജമാഅത്ത് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഹസനുൽ അഹ്ദൽ തങ്ങൾ, കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് BS അബ്ദുല്ല കുഞ്ഞി ഫൈസി, കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി, SSF കേരള പ്രസിഡന്റ് സയ്യിദ് മുനീറുൽ അഹ്ദൽ തങ്ങൾ, സ്വാഗത സംഘം ചെയർമാൻ അബ്ദുൽ ഹക്കീം ഹാജി കളനാട്, ജനറൽ കൺവീനർ കൊല്ലമ്പാടി അബ്ദുൽ ഖാദർ സദീസി, ജില്ലാ കൺവീനർ അബ്ദുൽ ഖാദർ സഖാഫി കാട്ടിപ്പാറ, SYS ജനറൽ സെക്രട്ടറി സിദ്ദിഖ് സഖാഫി ബായാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച സ്നേഹ സംഗമത്തിൽ പ്രസ് ക്ലബ്ബ് സെക്രട്ടറി പ്രദീപ് നാരായണൻ ആശംസ നേർന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.